Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ കുട്ടികളെ, മനുഷ്യനേത്രവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. പ്രസ്താവന എ, കണ്ണിന്റെ വ്യാസം 2.3 സെന്റിമീറ്റർ ആണ്. പ്രസ്താവന ബി, അരിസ് ആണ് കൃഷ്ണമണിയുടെ വലുപ്പം നിയന്ത്രിക്കുന്നത്. പ്രസ്താവന സി, അപവർത്തനം കൂടുതലും നടക്കുന്നത് ലെൻസിലാണ്. പ്രസ്താവന ഡി, ലെൻസും ടെറ്റിനയും തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നത് സീലിയറി പേശികളാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ, എയും ബിയും. ഓപ്ഷൻ ബി, എ, ബി, സി. ഓപ്ഷൻ സി, ബി, സി, ഡി. ഓപ്ഷൻ ഡി, എ, സി, ഡി. ശരിയായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കണ്ണിന്റെ ഘടന പരിശോധിക്കാം. ഇതൊരു മനുഷ്യനേത്രത്തിന്റെ ഘടനയാണ്. കണ്ണിന്റെ വ്യാസം ഏകദേശം 2.3 സെന്റിമീറ്റർ ആണ്. കൃഷ്ണമണിയുടെ വലുപ്പം നിയന്ത്രിക്കുന്ന ഇരുണ്ട പേശിപാളിയാണ് അരിസ്. കണ്ണിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശകിരണങ്ങളുടെ ഒട്ടുമിക്ക അപവർത്തനവും നടക്കുന്നത് കോർണിയയുടെ പുറംഭാഗത്താണ്, ലെൻസിലല്ല. നമുക്ക് ആദ്യത്തെ 2 പ്രസ്താവനകൾ പരിശോധിക്കാം. പ്രസ്താവന എ ശരിയാണ്, കാരണം കണ്ണിന്റെ വ്യാസം ഏകദേശം 2.3 സെന്റിമീറ്റർ ആണ്. പ്രസ്താവന ബിയും ശരിയാണ്. കൃഷ്ണമണിയുടെ വലുപ്പം നിയന്ത്രിക്കുന്ന ഇരുണ്ട പേശിപാളിയാണ് അരിസ്. ഇനി അപവർത്തനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സി നോക്കാം. ഒട്ടുമിക്ക അപവർത്തനവും നടക്കുന്നത് കോർണിയയുടെ പുറംഭാഗത്താണ്. ക്രിസ്റ്റലിൻ ലെൻസ് നേരിയ ക്രമീകരണം മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് പ്രസ്താവന സി തെറ്റാണ്. അവസാനം ഫോക്കസിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഡി പരിശോധിക്കാം. ലെൻസും ടെറ്റിനയും തമ്മിലുള്ള അകലം സ്ഥിരമാണ്. സീലിയറി പേശികൾ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരമാണ് ക്രമീകരിക്കുന്നത്, അല്ലാതെ ടെറ്റിനയിലേക്കുള്ള അകലമല്ല. അതുകൊണ്ട് പ്രസ്താവന ഹെവ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? ശരിയായ പ്രസ്താവനകൾ എയും ബിയും മാത്രമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എയുമായി യോജിക്കുന്നു. നമുക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാം. നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി. ഹാപ്പി ലേണിംഗ്.